ഹായ് ഗൈസ്, ആഷ് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് ബിക്കോസ് ഐ എം ഇൻ ബഹ്റൈൻ, നോട്ട് ഇൻ ഇന്ത്യ. സോ വ്ളോഗൊക്കെ ചെയ്യുന്നവർ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഇടാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ബട്ട് ഐ വാസ് ബിസി. സോ അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ ഞാനിവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതാണ്. എൻറ്റയർലി ഡിഫറെൻറ്റ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫുകാരുടെ ഗോവ ആണ് ബഹ്റൈൻ. സോ ഇവിടെ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ പറയുന്നത്. ഇവിടെ ജീവിക്കുന്നവർക്കൊന്നും ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ല. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള. സോ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലൈഫ് വളരെ എളുപ്പമാണ്, ഭയങ്കര സുഖമാണെന്നൊന്നും വിചാരിക്കരുത്. പുറത്ത് ഭയങ്കര ചൂടാണ്. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ വാട്ടറൊന്നുമല്ല, പക്ഷേ കുറച്ച് ഹാർഡ് വാട്ടറാണ്. മുടിയൊക്കെ ഭയങ്കര ഹാർഡായിട്ടുണ്ട് ഇവിടെ വന്നിട്ട് കുളിച്ചിട്ട്. നമുക്ക് പിന്നെ 2 ദിവസത്തിലൊരിക്കലും കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ വെള്ളം വരുന്നത് ചൂട് വെള്ളമാണ്. നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ വെള്ളം പിടിച്ച് വെക്കണം. പിടിച്ച് വെച്ച് തണുത്ത ശേഷമേ കുളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുടിക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ പൈപ്പിലെ വെള്ളം എന്നല്ല, കുടിക്കുന്നതിന് വേണ്ടി മറ്റേ മിനറൽ വാട്ടർ ക്യാനൊക്കെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് എ ഡിഫറൻസ്. സോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വി ആർ സോ ലക്കി ബിക്കോസ് നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു വലിയ സംഭവമാണ്. നമ്മൾ പുറത്ത് രാജ്യത്ത് ട്രാവൽ ചെയ്യുന്നവർക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് വെള്ളത്തിൻ്റെ വാല്യൂ എത്രയാണ്. ഓരോ ബോട്ടിലിനും ഇവിടെ ഫിൽസൊക്കെ നല്ല പൈസ പേ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്കപ്പോൾ മനസ്സിലാവും വെള്ളത്തിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റൊന്നും കിട്ടത്തില്ല, ഒരു റൂമാണ് കിട്ടുന്നത്. അവിടെ 2-3 പേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. സോ അതുപോലെ ഒരു ഫ്ലാറ്റിൽ തന്നെ അപ്പുറത്തൊരു ഫാമിലി ഉണ്ട്. പിന്നെ ഹോള്, കിച്ചൺ ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു 30,000-35,000 രൂപയാണ് ഒരു റൂമിന് മാത്രം പേയ്മെൻറ്റ് വരുന്നത്. പ്ലസ് വാട്ടർ ചാർജ്, കറണ്ട് ബില്ല്, ഗ്യാസ്, അങ്ങനെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റിയല്ല, കണക്ഷനാണ്. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ സെക്കൻഡ് ടൈം ഐ എം കമ്മിങ്. ഞാൻ ബഹ്റൈനിൽ വരുന്നത് സെക്കൻഡ് ടൈമാണ്. ആദ്യത്തെ ടൈം വന്നപ്പോൾ ഹോട്ടലിലായിരുന്നു. എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊന്നും എനിക്കറിയത്തില്ല. 3 ദിവസം വന്നു, സ്റ്റേ ചെയ്ത് പോയി. നൗ ഐ എം സ്റ്റേയിങ് ഹിയർ ഫോർ ജസ്റ്റ് മോർ ദാൻ 1 വീക്ക്. ദിസ് ഈസ് 1 വീക്ക്. ഇനി ഒരു 2 വീക്സ് കൂടി ഞാനിവിടെ ഉണ്ടാവും. സോ ലോക്കൽ ലൈഫ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് പോയിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ദിവസം സ്റ്റേ ചെയ്താലേ ലോക്കൽ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ബഹ്റൈനിൻ്റെ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ബിക്കോസ് ഔട്ട് സൈഡ് ഭയങ്കര ചൂടാണ്. 44-45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടാണ് ഇവിടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. സോ കേരളത്തിലെ ആൾക്കാർ വളരെ ലക്കിയാണ്, നല്ല ക്ലൈമറ്റാണ്. സോ ഇവിടെ വന്ന് എനിക്ക് സെറ്റിൽ ആവാനൊന്നും താല്പര്യമില്ല ബിക്കോസ് ഇവിടുത്തെ ചൂട്, പുറത്ത് പോകാനുള്ള ക്ലൈമറ്റ്, പിന്നെ ഇവിടുത്തെ കറൻസി ഭയങ്കര വാല്യുബിളാണ്. നമ്മുടെ ഒരു ദിനാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 222 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈഫും ഭയങ്കര എക്സ്പെൻസീവാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളെ പോലെയല്ല, ഇവിടെ മുഴുവനും മലയാളീസും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും ഹിന്ദിക്കാരും ഒക്കെയാണ്. ഇവിടെ ഫുള്ള് ഫ്രൂട്ട് സ്റ്റോളും മാർജിൻ ഫ്രീയും ഫുഡ് ഹോട്ടൽസൊക്കെ നടത്തുന്നത്. നമുക്ക് എല്ലാ ഫുഡും അവൈലബിൾ ആണ്. ഊണ്, ചട്ടിച്ചോറ്, ബിരിയാണി എല്ലാം അവൈലബിൾ ആണ്. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വീക്കെൻഡാണ്. നമ്മുടെ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ഇവരുടെ വീക്കെൻഡ് വ്യാഴവും വെള്ളിയുമാണ്. ഇന്നിവിടെ വെള്ളിയാണ്. വെള്ളി ഇവർക്ക് ഹോളിഡേ ആണ്. പിന്നെ സൗദീൻ്റെ ഏറ്റവും വലിയ റിലാക്സേഷൻ സ്പോട്ടാണിത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരുന്ന സ്പോട്ട്. ബിക്കോസ് സൗദിയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് എല്ലാവരും സൗദിയിൽ നിന്ന് ഇവിടെയാണ് വരുന്നത്. മീൻസ് ഡ്രിങ്ക്സ് കഴിക്കാനായിരുന്നാലും അവർക്ക് ചില്ല് ചെയ്യാനൊക്കെ വരുന്ന സ്പോട്ട് ബഹ്റൈനാണ്. അതാണ് ബഹ്റൈൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഫ്യൂ ഇൻഫർമേഷൻ. പിന്നെ ഒരു ചെറിയ സ്ഥലമാണ്, നമ്മുടെ ഇന്ത്യയിലെ ഗോവ പോലെ ഒരു ചെറിയ സ്ഥലമാണ്. ഒരുപാട് സ്പേസ് ഒന്നുമില്ല, കുറച്ച് സ്പേസ്, ബീച്ചസ്. പക്ഷേ റോഡുകൾ, ഇവിടുത്തെ ഡ്രൈവിങ്, ഇവിടുത്തെ വഴികൾ ഇതൊക്കെ ഭയങ്കര കോർഡിനേറ്റഡ് ആണ്. ലൈക്ക് നമ്മുടെ അവിടുത്തെ പോലെ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല. ഒരു ലൈൻ പോലും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. അങ്ങനെ ഒരുപാട് റിസ്ക് ഉള്ള ഏരിയയാണ്. വണ്ടി ഓടിക്കുമ്പോൾ ബി കെയർഫുൾ. കാരണം നമ്മൾ ഭയങ്കര എത്ര എമർജൻസി ഉണ്ടെങ്കിലും റഷായിട്ട് കൊണ്ട് കയറ്റാനോ ഒരു വണ്ടിയിൽ തട്ടാനോ മുട്ടാനോ ഓവർടേക്ക് ചെയ്യാനോ ഒന്നും പാടില്ല. അതിൻ്റേതായ റൂൾസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. കേരളത്തിൽ നിന്ന് വേറെ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നവർക്കേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ. സോ ബഹ്റൈനിലെ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ അറിയാവുന്നുള്ളവർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷനൊന്നും ആയിരിക്കത്തില്ല. അതല്ലാതെ പുറത്തൊന്നും പോകാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതർവൈസ് ഐ വോണ്ട് പോസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്. സ്റ്റേ ട്യൂൺഡ്.